ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു പ്രാവശ്യം കൂടി MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി എൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഈ അതിരാവിലെ ഇരുട്ടോട് കടന്നു വരുവാൻ, പ്രാർത്ഥിക്കുവാൻ, സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ ഉയർത്തുവാൻ, ചെയ്ത നന്മകളെ ഓർക്കുവാൻ, നന്ദി പറയുവാൻ, കർത്താവേ നിൻ്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടി കടന്നു മുട്ടുമടക്കുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം ദൈവം തന്നല്ലോ. കഴിഞ്ഞ രാത്രി മുഴുവനും നിൻ്റെ കണ്ണിൻ്റെ മണി പോലെ ഞങ്ങളെ മറച്ചു. ഒരാപത്ത് ഞങ്ങൾക്കില്ലാതെ ഞങ്ങളെ സൂക്ഷിച്ചു. ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചതിനായി സ്തോത്രം. രാത്രി എന്തുമാത്രം ആപത്തുകൾ, വിപത്തുകൾ, മരണങ്ങൾ, കർത്താവേ രോഗങ്ങൾ വന്ന സമയങ്ങളിൽ ഒന്നും ഞങ്ങളെ തൊടാതെ നീ ഞങ്ങളെ കാത്തല്ലോ, സൂക്ഷിച്ചല്ലോ, മുദ്രയിട്ടല്ലോ, വേലികെട്ടിയല്ലോ. കർത്താവേ, നിന്റെ കരുത്താൻ ഞങ്ങളെ മൂടിയല്ലോ, നിന്റെ ചിറകിൻ്റെ മറ ഞങ്ങളെ മറച്ചല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ദീർഘായുസ്സും ബലനും ആരോഗ്യം തന്ന് ആരോഗ്യത്തോട് ഈ അതിരാവിലെ ഇരുട്ടോടെ എഴുന്നേറ്റ് അപ്പച്ചൻ്റെ പൊന്മുഖത്തെ ദർശിക്കുവാൻ, പാടുവാൻ, സ്തുതിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം ദൈവം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാൾക്കളെല്ലാത്തിനെക്കാട്ടിലും ഇന്ന് നാൾ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായി മാറണം. ഞങ്ങൾ പോകുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തിലും കർത്താവ് എങ്ങോട്ടെല്ലാം ഞങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ പോകുന്നു അവിടെ എല്ലാം നിന്റെ തിരുസാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങളെ തനിച്ചെങ്ങോട്ടും വിടരുത്. ഒറ്റയ്ക്ക് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ പിരിഞ്ഞ് ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പച്ച നീ കൂടെ ഇരിക്കണം, നീ വഴി നടത്തണം, കരം പിടിക്കണം. ഒരു ദോഷവും തട്ടാതെ നിന്റെ കർത്താവെ കരം താങ്ങി നിന്റെ കുഞ്ഞുങ്ങളെ നടത്തണമെന്ന് അപ്പച്ചൻ്റെ നാമത്തിന് അപേക്ഷിക്കാൻ. ഒരുത്തർക്കും ഇന്നൊരു വേദനയോ കഷ്ടമോ കണ്ണതിലുണ്ടാകുവാൻ ദൈവം സമ്മതിക്കുന്നു. പകൽക്കാലം മുഴുവനും കർത്താവിൻ്റെ കരുണയുള്ള കരം നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അവരെങ്ങോട്ട് പോയാലും, ഏതെടുത്താലും, ഏത് ചെയ്താലും നിന്റെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം, നിന്റെ കാവലിരിക്കണം, നിന്റെ ആലോചന കൂടെ ഇരിക്കണം. കർത്താവെ, ഒരു ദോഷവും തട്ടുവാൻ ഒരുത്തർക്ക് നീ സമ്മതിക്കരുത്. ദുഃഖமான ഒരു വാർത്ത ഞങ്ങളുടെ കാതിൽ കേൾക്കുവാൻ ദൈവമേ നീ സമ്മതിക്കരുത്. വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വമേറിയ ആ വിലയേറപ്പെട്ട കരം നിന്റെ കുഞ്ഞുങ്ങളെ ഇപ്പം തൊടുന്നതിനായി സ്തോത്രം. അപ്പച്ചാ, നിന്റെ വല്ലമ ശക്തി കുഞ്ഞുങ്ങളുടെ മേലെ ഇപ്പം പകരുന്നതിനായി സ്തോത്രം. ഞാനത് വിശ്വസിക്കുകയാണ്. എല്ലാവരെയും കരങ്ങളിൽ അടിനെ താഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി ഇന്ന് പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, കാത്തു സൂക്ഷിക്കട്ടെ, വഴി നടത്തട്ടെ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1192 ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ഇനിയും ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. സദൃശ്യവാക്യം 23-ാം അധ്യായത്തിൻ്റെ സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങളാണ് ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത്. 16, 17, 18 വാക്യങ്ങൾ. സദൃശ്യവാക്യം 23. നിന്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. ദൈവം പറയാണ്, എൻ്റെ നിങ്ങളുടെ അധരങ്ങൾ നേർ സംസാരിച്ചാൽ. ഇന്നേക്ക് ആരുടെ വായിലാണ് നേരുള്ളത്? ആരാ ഇന്ന് നേരോട് സംസാരിക്കുന്നത്? എല്ലാം കള്ളവും കപടവുമാണ്. വാതുറന്ന കള്ളം, വാതുറന്ന കള്ളം. കർത്താവ് പറയുന്നു, നിന്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. അപ്പൊ ദൈവത്തിൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണം. അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ അധരങ്ങൾ കൊണ്ട് സത്യം സംസാരിക്കണം, കള്ളം പറയരുത്. വേദന, മുറിവുകൾ ഏൽപ്പിക്കുന്ന വാക്ക്, ശാപങ്ങൾ ഒന്നും നമ്മുടെ വായിൽ വരരുത്. ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കണം. അനേകർ അംഗീകരിക്കുന്ന വാക്ക്, അനേകർ ഏറ്റുകൊള്ളുന്ന വാക്ക്, അനേകർക്ക് സമാധാനത്തെയും സന്തോഷത്തെയും കൊടുക്കുന്ന വാക്ക്, അനേകരുടെ മുറിവുകളെ പൊറിപ്പിക്കുന്ന വാക്ക്, അത് വേണം. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ആ വാക്ക്, അത് വേണം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാൻ. ഇവിടെ പറയുന്നത്, നിന്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരങ്ങൾ ആനന്ദിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ദൈവത്തെ ഞാൻ ദുഃഖിപ്പിക്കരുത്, എൻ്റെ ദൈവത്തെ ഞാൻ കരയിപ്പിക്കരുത്, എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കരുത്. ആ ദൈവത്തിൻ്റെ അന്തരംഗങ്ങൾ എൻ്റെ നിമിത്തം ആനന്ദിക്കണം, സന്തോഷിക്കണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നന്മ. അടുത്തെന്താ പറയുന്നത്? നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. ഇന്ന് ആർക്കാ അസൂയയില്ലാത്തത്? അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന് ഏതോ കാലത്ത് പണ്ടുള്ള മൂതാണ്ടികളെ വല്യപ്പച്ചന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സത്യമാണ്. ഇന്ന് എവിടെ നോക്കിയാലും അസൂയ. ഒരുത്തൻ നന്നായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ഒരുത്തൻ എഴുന്നേക്ക് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ഒരുത്തൻ നന്നായിട്ടൊരു പാട്ട് പാടിയാലോ, ഒന്ന് പ്രാർത്ഥിച്ചാലോ, പ്രസംഗിച്ചാലോ നമുക്ക് വയറെരിയാണ്. ഒരുത്തൻ നല്ല വീട് മേടിച്ച്, ഒരു കാർ മേടിച്ച് നമുക്ക് വയറെരിയുന്നു, നമുക്ക് സന്തോഷമില്ല, നമുക്ക് അവൻ്റെ മേലെ അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തോ പറയുന്നത്? നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. അസൂയപ്പെടരുത്. ആരോട് നിങ്ങൾ അസൂയപ്പെടരുത്. ഒരുത്തൻ നന്നാകുന്നതേക്കാൾ നിങ്ങൾ അസൂയപ്പെടരുത്.
ഒരു കുടുംബം സന്തോഷമായി ദൈവകൃപയിൽ നിൽക്കുന്നതിനെ കണ്ട് നിങ്ങൾ സന്തോഷപ്പെടരുത്. നിങ്ങൾ കർത്താവ് അസൂയപ്പെടരുത്. നിങ്ങൾ സന്തോഷിക്കണം, ദൈവകൃപയിൽ നിൽക്കണം. നിങ്ങൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റതേ കണ്ട് നിങ്ങൾ അസൂയപ്പെടരുത്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറയുന്നത് നിന്റെ ഹൃദയം ഭാവിയോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കാം. കർത്താവിൻ്റെ ആഗ്രഹം ഇതാണ്. ഏത് സമയത്തും പട്ടിണി വന്നാലും, കഷ്ടം വന്നാലും, നിന്ദന വന്നാലും, മരണം വന്നാലും, രോഗം വന്നാലും, എല്ലാവരാലും വെറുക്കപ്പെട്ട് തനിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭം വന്നാലും, രണ്ട് ചിറകും ഒടിഞ്ഞു പോയി പറക്കുവാൻ കഴിയാത്ത ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് സൂനലിൽ ഇരുന്നാലും ദൈവം പറയുന്നത്, അമ്മേൻ ദൈവം നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കാം. ഇതാ അപ്പച്ചൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഏത് സമയത്തും, ഏത് സിറ്റുവേഷനിലും, ഏത് കാര്യത്തിലും നമ്മളെ കൊണ്ട് ഇങ്ങനെ ആത്മാർത്ഥമായി എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോട് ഇരിക്കാൻ പറ്റുമോ? ആ ഭക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? നിങ്ങൾ ഭക്തിയോടാണോ ജീവിക്കുന്നത്? നിങ്ങളുടെ ആരാധന ഭക്തിയോടാണോ? നിങ്ങളുടെ ജീവിതം ഭക്തിയോടാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത്രയും കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലമില്ല. കാലങ്ങളായി പ്രാർത്ഥിക്കുന്നു, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു, അനേകരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, ഒരു പ്രതിഫലവും വരുന്നില്ല. പ്രാർത്ഥിച്ച് തഴമ്പ് പിടിച്ച് നമ്മൾ തോറ്റുപോകുന്നതല്ലാതെ ഒരു പ്രയോജനവുമില്ല. എന്തുകൊണ്ട്? ഇപ്പം ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ, നല്ല ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലോട്ട് കയറത്തുള്ളൂ. എന്തുകൊണ്ട് ഒരു പ്രതിഫലം നിനക്കില്ലാതെ പോയി? എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല? ഇവിടെ പറയുന്നത് ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയമെന്ന്. അങ്ങനെങ്കിൽ ആ പ്രതിഫലം വരണമെങ്കിൽ നിന്റെ അധരം നേർ സംസാരിക്കണം. ദൈവത്തിന്റെ അന്തരംഗങ്ങൾ ആനന്ദിപ്പിക്കണം. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോട് ഇരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ദൈവം പറയുന്ന ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. എത്ര പേര് ആമീൻ പറയാൻ ആഗ്രഹിക്കുന്നു? എത്ര പേര് സ്തോത്രം പറയുന്നു? എത്ര പേര് ഗ്ലോറി പറയുന്നു? എത്ര പേര് കൈയടിക്കുന്നു? എത്ര പേര് സന്തോഷിക്കുന്നു? ദൈവം പറയുകയാണ് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അപ്പൊ ഇത്രയും കാലങ്ങളായിട്ടും ഒരു പ്രതിഫലനം വന്നിട്ടില്ല, പ്രത്യാശയും വന്നിട്ടില്ല, ഒരു പ്രയോജനമില്ലാതെ തഴമ്പിച്ചു പോയി, മുരടിച്ചു പോയി ചത്തുകിടക്കുകയാണെങ്കിൽ നിങ്ങൾ ആ മേലത്തെ രണ്ട് വാക്കൊന്ന് ശ്രദ്ധിക്കണം. സിമ്പിൾ മെത്തേഡാണ്. നിന്റെ അധരം നേർ സംസാരിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുമോ? കള്ളം പറയാതെ ജീവിക്കാൻ പറ്റുമോ? കപടം പറയാതെ ജീവിക്കാൻ പറ്റുമോ? മറ്റുള്ള മുറിവേൽക്കുന്ന വാക്ക് അടിക്കുന്നതിനേക്കാളും ഭയങ്കരമാണ് നമ്മുടെ വാക്കുകൾ. അതുകൊണ്ട് വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്നു. എന്തോരം ആമീൻ സംബന്ധമില്ലാത്തവരെല്ലാം കരയിപ്പിക്കുന്നു. നമ്മൾ ഒരു കുറ്റം പോലും ചെയ്യാത്തവർ നമ്മൾ കുറ്റവാളിയെ കാണുന്നു, അവിടെ മേലെ നമ്മൾ കുറ്റം ചുമത്തുന്നു, അവരെ നമ്മൾ മുറിവേൽപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് നിനക്ക് വരേണ്ട നന്മകൾ തടസ്സമായി നിൽക്കുന്നത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്ത കാരണം ഇതാണ്. ദൈവത്തിനെ ദുഃഖപ്പെടുത്തുന്നു, ദൈവത്തിനെ വേദനിപ്പിക്കുന്നു. നിങ്ങളൊരു മറ്റു സഹോദരനെ നിങ്ങൾ വേദനിപ്പിക്കുന്നെങ്കിൽ ദൈവത്തെയാണ് വേദനിപ്പിക്കുന്നത്, ദൈവത്തെയാണ് മുറിവേൽപ്പി. ദൈവം പറയുന്നുണ്ടോ, നിന്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. അപ്പൊ എൻ്റെ അപ്പച്ചന്റെ അന്തരംഗം നിങ്ങൾ നിമിത്തം ആനന്ദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനം ആനന്ദമായിരിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആനന്ദമായിരിക്കും, നിങ്ങളുടെ ജീവിതം മുഴുവനും ആനന്ദമായിരിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. ആരോടെങ്കിലും നിങ്ങൾക്ക് അസൂയ ഉണ്ടെങ്കിൽ ഇന്നത് മാറ്റണം. അവരോട് പോയി ക്ഷമ മേടിക്കണം, നിരപ്പ് പ്രാപിക്കണം. ആരോടും അസൂയപ്പെടരുത്. ഒരു മനുഷ്യനോട്. നീ എത്രയോ ദൈവദാസന്മാർ ഒരുത്തർ ശക്തമായി പ്രസംഗിച്ചാൽ ഉടനെ അസൂയ, നന്നായിട്ടൊന്ന് പാട്ട് പാടിയാൽ അസൂയ, അവരുടെ പ്രാർത്ഥനയിലെ മീറ്റിങ്ങിൽ ഒരു അത്ഭുതം നടന്നെങ്കിൽ അസൂയ, അവന് നല്ല പെയ്ത്തവും പണിയുന്ന അസൂയ, നല്ലൊരു കാർ മേടിച്ച അസൂയ, അവൻ സന്തോഷമായിരുന്നു, കുഞ്ഞുങ്ങൾ നന്നായിരുന്നാൽ അസൂയപ്പെടുകയാണ്. അടുത്തവന്റെ വീട്ടിൽ തീ എരിയുമ്പോൾ അടുപ്പെരിയുമ്പോൾ നമുക്ക് അസൂയയാണ്. അടുത്തവൻ നന്നായിരിക്കും, നല്ല തുണി ഉടുത്താൽ വസ്ത്രം ഉടുത്താൽ നമുക്ക് അസൂയയാണ്. വേണ്ട, അന്ന് അസൂയ നമുക്ക് വേണ്ട. അതാണ് നിങ്ങളുടെ ആശീർവാദം തടുക്കാൻ കാരണം. ദയവ് ചെയ്ത് കൈകൂപ്പി നിങ്ങളോട് താഴ്മയോടെ പറയാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി ഈ 8-ാം മാസം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരണം. സ്വർഗം നിങ്ങൾക്ക് തുറക്കണം. ദൈവത്തിന്റെ അത്ഭുതം നടക്കണം. അടഞ്ഞ ഡോറെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ആകണം. നിങ്ങളുടെ കണ്ണുനീരിനും നിങ്ങളുടെ നെടുവീർപ്പിനും കർത്താവ് ഈ മാസം നിങ്ങൾക്ക് മറുപടി തരണം. നിങ്ങളുടെ പട്ടുപോയ മരമെല്ലാം പച്ചമരമായി അത് തുളിർവിട്ട് വളരണം. നിങ്ങൾ പൂത്ത് കുലുങ്ങണം. കനി കൊടുക്കണം കർത്താവ്, ഫലം കൊടുക്കണം കർത്താവിന്, വാസന കൊടുക്കണം കർത്താവിന്. നിങ്ങൾ നല്ല
രുചിയുള്ള ഉപ്പാകെ മാറണം, ഒരു വിളക്കായി മാറണം, ഇരുളിക്കിടക്കുന്ന മക്കൾക്ക് വെളിച്ചം കൊടുക്കണം നിങ്ങൾ. ഇതെല്ലാം ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. നിന്റെ അതരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. ഇന്ന് രാവിലെ തീരുമാനം എടുക്കണം. കർത്താവേ, ഞാൻ ആരോടെല്ലാം അസൂയപ്പെട്ടോ അവരോടെല്ലാം പോയി നിരപ്പ് പ്രാപിക്കും. ഇനി ഞാൻ ഈ ലോകത്തിൽ ആരോടും അസൂയപ്പെടത്തില്ല. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്ക. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പറയുന്നു, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. അപ്പച്ചൻ പറയാ, ഞാനല്ല പറയുന്നത്, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ഇന്ന് ദൈവം നിങ്ങളോട് വിളിച്ചു പറയാണ്, നിങ്ങളുടെ വലത് കൈ പിടിച്ചുകൊണ്ട് പറയാണ്, നിനക്കൊരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഇതൊക്കെ മേലെ ഒരു ആലോചന നിങ്ങൾക്ക് വേണോ? ഇതിന് വേലൊരു ഉപദേശം നിങ്ങൾക്ക് വേണോ? ഒന്നിന്റെ ആവശ്യമില്ല. ദൈവം പറയാണ്, ദൈവം നിന്റെ ഹൃദയത്തെ, ആമേൻ, കർത്താവിന് സ്തോത്രം, നിനക്ക് ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഏറ്റെടുക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് ആമേൻ പറയാൻ പറ്റുമോ? അങ്ങനെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ കർത്താവേ, ഈ 1192 ദിവസം ഒരു പ്രാവശ്യയുടെ പാദപീഠത്തിൽ കടന്നു വരുവാനും ഈ സത്യ വേദപുസ്തകത്തിൽ നല്ലൊരു ആലോചന ധ്യാനിക്കുവാനും അത് കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്കൊരു പ്രഭാതം കൂടെ തന്നല്ലോ, ഒരു ദിവസം കൂടെ തന്നല്ലോ, ഒരു നാളെ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ കൂടി നൽകി തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നലെ ഇരുന്ന് എത്രയോ പേര് ഈ ലോകത്തിലില്ല. മരണം വഴിയായും രോഗമായിട്ടും പല രീതിയിലും അവർ വേദനിക്കും, നഷ്ടപ്പെട്ട് കടന്നു പോയിരിക്കുന്നു. കാരണം ഞങ്ങളെ ജീവനോട് ബലത്തോട് സുഖത്തോട് ഈ അതിരാവിലെ സമയത്ത് തട്ടി എഴുന്നേൽപ്പിച്ചല്ലോ, അതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ജീവൻ തന്നല്ലോ, അതിനായി സ്തോത്രം. ഞങ്ങളുടെ കിടക്ക വിട്ട് എഴുന്നേൽക്കുവാൻ ഞങ്ങൾക്ക് ശരീരത്തിലെ ശക്തിയും ബലനും നീ തന്നതിനായി സ്തോത്രം. ഇന്ന് എല്ലാം കടന്ന് എത്രയോ പേര് ഇന്ന് കിടക്കൈ കിടക്കുന്നു, ഞങ്ങളെ എഴുന്നേൽപ്പിച്ചല്ലോ, അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇന്ന് ഈ കർത്താവേ സ്തോത്രം, അതിരാവിലെ സമയത്ത് നല്ലൊരു ആലോചന ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുവാനും കർത്താവ് അനുസരിക്കുവാനും ഞങ്ങൾ ഭാഗ്യം തന്നല്ലോ. നിശ്ചയമാകവേ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയിൽ എന്നുള്ള വാക്തത്വം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ജോലിക്ക് പോകുന്നിടത്തിൽ, പഠിക്കാൻ പോകുന്നിടത്തിൽ, കോളേജിൽ പോകുന്നിടത്തിൽ കർത്താവ് ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി നിന്റെ കുഞ്ഞുങ്ങൾ പോകുന്നു, കർത്താവേ സ്തോത്രം, ബിസിനസ് സംബന്ധമായി, വിവാഹ സംബന്ധമായി, പല യാത്രയില്, പല കാര്യങ്ങളില് നിന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം പോകുന്നു. കർത്താവേ, ആമേൻ, ക്രിയകൾ ചെയ്യുന്നു, ജോലികൾ ചെയ്യുന്നു. എല്ലായിടത്തും ദൈവത്തിന്റെ കാവലുണ്ടായിരിക്കണം, ദൈവത്തിന്റെ കാവലുണ്ടായിരിക്കണം. ഒരുത്തർക്ക് ഒരു അനർത്ഥം വരരുത്. അവർ പോകുന്നിടത്തെല്ലാം നിന്റെ തിരുസാന്നിധ്യം കൂടെ പോകണം. നിന്റെ മേഘം ഇന്ന് പകൽ മുഴുവനും നിന്റെ കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് മേലെ നിൽക്കണം. ഒരനർത്ഥം പോലും ഒരുത്തർക്കും വരുവാൻ ദൈവം സമ്മതിക്കരുത്. രോഗികളായി ഭവനത്തില്, രോഗികളായി ഹോസ്പിറ്റലില് മരണത്തോട് പോരാടുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ഈ പ്രാർത്ഥന ലൈവിലുണ്ട്. തീരാതെ രോഗങ്ങൾ, തീരാതെ ബലഹീനങ്ങൾ, തീരാതെ കണ്ണുനീര്, തീരാതെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ, മുറിവേറ്റ് കിടക്കുന്നവർ, മുറിവുകളെ പൊറിപ്പിക്കുവാൻ കഴിയാതെ വേദനയോട് കണ്ണുനീര് വിട്ട് നെടുവീർപ്പിടുന്ന കുഞ്ഞുങ്ങൾ അനേകരനകത്തുണ്ട്. അപ്പച്ച, അടിയുടെ മേൽ അടി വാങ്ങിച്ച് നൊന്ത് കിടക്കുന്നവരുണ്ട്, കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഈ പ്രാർത്ഥന ഒരു ആശ്വാസമായി മാറട്ടെ. അവരുടെ മുറിവുകളെ പൊറിപ്പിക്കുന്ന പ്രാർത്ഥനയെ മാറട്ടെ. അവർക്ക് ധൈര്യവും വിശ്വാസവും ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയെ മാറട്ടെ. ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു പ്രാർത്ഥനയെ മാറട്ടെ. ദൈവവചനത്തിനകത്ത് വേരുകൾ പായുവാനുള്ള കൃപ എന്റെ ദൈവം തരണമേ ഞാൻ പ്രാർത്ഥിക്കാൻ. ഒരുത്തരും തളരുവാൻ, ഒരുത്തരും ക്ഷീണിക്കുവാൻ, ഒരുത്തരും താളടിയാകുവാൻ, ഒരുത്തരും കൈവിട്ടു പോകുവാൻ ദൈവമേ നീ സമ്മതിക്കരുതേ. ഉപേക്ഷിക്കരുത് അപ്പച്ച, കൈവിടരുത് അപ്പച്ച, മറന്നു വിടരുതേ, തള്ളിക്കളയരുതേ, വേണ്ട എന്ന് വെറുത്തു വിടരുത് അപ്പച്ച. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണം, അക്രമങ്ങൾ ക്ഷമിക്കണം, പാപങ്ങൾ ക്ഷമിക്കണം, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അനീതികളും ക്ഷമിക്കണമെന്ന് അപ്പച്ചന്റെ പാദപീഠത്തിൽ കർത്താവേ ഞാൻ വന്ന് അഭയമിട്ട് ചോദിക്കുകയാണ്. ഒരത്ഭുതം ഇപ്പൊ നടക്കണം എന്റെ കുഞ്ഞുങ്ങളുടെ ഭവനത്തില്, കുഞ്ഞുങ്ങളുടെ ശരീരത്തില്, അവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് സ്വർഗത്തിന്റെ കരമൊന്ന് നീട്ടണമേ, സ്വർഗത്തിന്റെ കരമൊന്ന് നീട്ടണമേ. ഇന്ന് കർത്താവേ, ഈ ലാസ്റ്റ് വാദിച്ച വചനത്തിൻപടി ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയെന്ന് പറഞ്ഞ ആ വാക്തത്വം ഇപ്പോൾ തന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ മറുപടി നിന്റെ കുഞ്ഞുങ്ങളിപ്പോ അനുഭവിക്കുവാൻ കർത്താവ് ശക്തരാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടുള്ള കോപം, ഞങ്ങളുടെ ദേഷ്യം എല്ലാം നീ മാറ്റണം.
അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണം അപ്പച്ച. ഓരോരുത്തരെയും തനിത്തനിയായി സെപ്പറേറ്റ് ആയി നിന്റെ പാദപീഠത്തിൽ ഈ അതിരാവിലെ സമയത്ത് ഇരുട്ടോടെ കൊണ്ടുവന്ന് ഞാൻ വെക്കുന്ന അപ്പച്ച. എന്നോടുകൂടെ പ്രാർത്ഥികരിക്കുന്ന കുഞ്ഞുങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളി രാജ്യങ്ങളിലും ആയിരം മക്കൾ തൊണ്ടല്ലോ, അവരെല്ലാരെയും പാദപീഠത്തിൽ കൊണ്ട് വയ്ക്കുകയാണ്. അവരെ അനുഗ്രഹിച്ചാട്ട്, അവരെ ബലപ്പെടുത്തിക്കാട്ട്, ആശ്വാസം കൊടുത്താട്ട്, അവരുടെ മുറിവുകൾ പൊറിപ്പിച്ചാട്ട്, കണ്ണുനീരിന് മറുപടി കൊടുത്താട്ട്, കണ്ണുനീരെ തുടച്ചാട്ട്, ആവശ്യമുള്ള അന്നവസ്ത്രങ്ങളെ കൊടുത്താട്ട്, നല്ല ആരോഗ്യം കൊടുത്താട്ട്, സമാധാനം കൊടുത്താട്ട്, സന്തോഷത്തെ കൊടുത്താട്ട്, കൈപിടിച്ച് നടത്തിക്കാട്ട്. ഒരുത്തർക്കൊരാപത്തും വരരുതേ കർത്താവേ, ഒരുത്തർക്കൊരാപത്തും വരരുതേ. ഒരുത്തരും തലകുനിയുവാൻ, ഒരുത്തരും ക്ഷീണിതരാകുവാൻ, ഒരുത്തരും തളർന്നു പോകുവാൻ, കൈവിരിക്കുവാൻ ദൈവം സമ്മതിക്കരുത് അപ്പച്ച എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ വലിയ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി മാറട്ടെ. നിന്റെ അതരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കുമെന്ന് പറഞ്ഞല്ലോ. ഇന്ന് പകൽക്കാലം നിന്നെ ദുഃഖിപ്പിക്കുന്ന മക്കളായിട്ടല്ല, നിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളെ മാറ്റിക്കാട്ട്. ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ നോട്ടങ്ങൾ, ഞങ്ങളുടെ കർത്താവേ ക്രിയകൾ, ഞങ്ങളുടെ ജോലികൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിന്നെ മുറിവേൽപ്പിക്കുന്നതായിരാതെ നിന്നെ സന്തോഷിപ്പിക്കുന്നതായി, നിന്റെ ഹൃദയത്തെ കർത്താവെ സന്തോഷിപ്പിക്കുന്നതായി മാറുവാൻ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹൃദയം ഭാവികളോട് അസൂയപ്പെടരുത്. ഞങ്ങൾ അനേകരോട് അസൂയപ്പെടുന്നുണ്ട് കർത്താവെ, അതുകൊണ്ട് ക്ഷമിക്കണമേ. ഇന്ന് ഞങ്ങൾ ആരോടും അസൂയപ്പെടാതെ ദൈവകൃപയെ നിൽക്കുവാൻ ഞങ്ങൾക്ക് ആ ഭാഗ്യം തരണമേ. ഞങ്ങളൊന്ന് ക്ഷമിക്കണമേ, ഞങ്ങളൊന്ന് ഏറ്റുകൊള്ളണമേ എന്ന് കണ്ണുനീരോട് അപേക്ഷിക്കുന്ന പച്ച. ദൈവത്തിന് സ്തോത്രം. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോട് ഇരിക്കാം. അത് ഞങ്ങൾ അനുസരിക്കണം. ഓരോ മിനിറ്റും, ഏത് സമയത്തും, രാത്രിയാണാലും പകലാണാലും, ഏത് കാര്യം ഞങ്ങൾക്ക് വന്നാലും, ഏത് പരീക്ഷകൾ വന്നാലും, ഏത് പാടുകൾ വന്നാലും, മരണം ഞങ്ങൾക്ക് വന്നാലും, എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോട് ഇരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആ ഭക്തി ഞങ്ങളെ വിട്ട് പോകരുത്, ആ വിശ്വാസം കൊണ്ട് പോകരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല കർത്താവേ. നിന്റെ പൊർപ്പാദത്തിൽ വന്ന് ആനന്ദത്തോട് സന്തോഷത്തോട് നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് മകിഴുവാൻ കർത്താവ് കൃപ തരണം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആണ് ഇന്ന് ഈ 1192 ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു ദിവസമായി മാറട്ടെ. ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായി മാറട്ടെ. ഈ ആലോചന ഞങ്ങളത് എഴുന്നേൽപ്പിച്ച് ദൈവസനം നിർത്തുന്ന ഒരു പ്രാർത്ഥനയായി മാറട്ടെ. കർത്താവെ, താളിലായി കിടക്കുന്ന, ക്ഷീണിതരായി കിടക്കുന്ന, തളർന്നു കിടക്കുന്ന, കർത്താവെ ക്ഷീണിച്ചു പോയി കിടക്കുന്ന എല്ലാവരെയും ഒന്ന് തൂക്കി എഴുന്നേൽപ്പിക്കണമേ, തട്ടി എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരെയും മറക്കരുത്, ഒരുത്തരെ ഉപേക്ഷിക്കരുത്, ഒരുത്തരെ കൈവിടരുത്. എല്ലാവരെയും തൃപ്പാദത്തിൽ കൊണ്ടുപോയിട്ട് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ കലവറ നിന്റെ കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുത്താട്ട് അത്ഭുതം നടക്കണം, നല്ല സാക്ഷ്യങ്ങൾ വരണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് കേൾക്കുക. അടിയിൽ ഇത്രത്തോളം നീ ബലപ്പെടുത്തിയല്ലോ കർത്താവ്, നീ താങ്ങിയല്ലോ, പ്രാർത്ഥിക്കാൻ ശക്തിയും ബലനും തന്നല്ലോ എന്നായി സ്തോത്രം. തുടർന്ന് കരങ്ങളിൽ ഏൽപ്പിക്കുന്ന വൻകാര്യം ചെയ്താട്ട് സകല മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമാ നിങ്ങൾ ഇരുന്ന് ഈ വേദപുസ്തകം എടുക്കണം. ഈ വാക്യങ്ങൾ മൂന്നൊന്ന് വായിക്കണം, ഒന്ന് ധ്യാനിക്കണം, ചിന്തിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്ത കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ അതരം തുറന്ന് ഞാൻ സംസാരിക്കുക നല്ല കള്ളമാണ്. അതേപോലെ ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ നോക്കുമ്പോൾ എൻ്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടുന്നുണ്ട്. അസൂയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അതെല്ലാം നിങ്ങളെ മാറ്റിയാൽ നിങ്ങൾക്കൊരു പ്രതിഫലം നിശ്ചയം ഉണ്ടാകും. ഒരു പ്രതിഫലം നിശ്ചയം വരും നിങ്ങൾക്ക്. ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നീ ക്ഷീണിച്ചു പോകത്തില്ല, തളരത്തില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.